ഹലോ, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ്. ഈ ഭയങ്കര ചൂടുള്ള സമയത്ത് നിങ്ങൾക്ക് വളരെ ടേസ്റ്റിയായി കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ്. കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1/2 ഗ്ലാസ് പാലെടുത്ത് മാറ്റി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായി കട്ടയില്ലാതെ കലക്കി അരിച്ചെടുത്ത് വയ്ക്കാം. പാലിൽ മൈദ ചേർത്ത് കലക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പാലിൽ 7 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. പാൽ തിളച്ചു വരുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ മിക്സ്ചർ സാവധാനം ചേർത്തിളക്കുക. തുടർച്ചയായി ഇളക്കണം, അല്ലെങ്കിൽ മൈദ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. തീ കൂട്ടരുത്. മൈദ അടിയിൽ കരിഞ്ഞു പിടിച്ച് ഒരു ചീത്ത ചുവ ഉണ്ടാവും. ഇനി ഇതൊന്ന് കുറുകട്ടെ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാലൊരുവിധം കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിളക്കുക. ബട്ടർ സ്കിപ്പ് ചെയ്യരുത്, അത് തീർച്ചയായും ചേർത്തിരിക്കണം. നമ്മുടെ ക്രീമിന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നതാണ് ബട്ടർ. ഇനി ഇത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് അല്പം വാനില എസൻസും കൂടെ ചേർക്കണം. ക്രീം നന്നായി തണുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത ശേഷം മിക്സിയിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ മിക്സിയിൽ ക്രീം ബീറ്റ് ചെയ്തു. ഇനി തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഞാൻ ഫ്രീസറിലല്ല വയ്ക്കുന്നത്, എനിക്ക് ക്രീമി ആയിട്ടാണ് ആവശ്യം. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് ഐസ്ക്രീമാക്കി കുട്ടികൾക്ക് കൊടുക്കാം. കടയിൽ നിന്ന് കിട്ടുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞ് കുറച്ച് പഞ്ചസാരയും ഇട്ട് വേവിച്ച് വെച്ചതാണ്. 1 ആപ്പിൾ ചെറുതായി അരിഞ്ഞ്, തീരെ ചെറുതായി അരിഞ്ഞതല്ല, അല്പം വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞത്. 1 മാമ്പഴം, അതും ചെറുതായി അരിഞ്ഞത്. പിന്നെ 1 ഞാണിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്, അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണ്ണിമത്തനൊക്കെ ചേർക്കാം, പക്ഷേ അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് ചേർക്കാവൂ. ഈ ഫ്രൂട്ട്സ് എല്ലാം ഒരു ബൗളിനകത്തേക്ക് ആക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. കുറച്ച് ഫ്രൂട്ട്സ് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. മുന്തിരിങ്ങയൊക്കെ ചേർക്കാം. ഇനി ലാവിഷായിട്ട്
ചെയ്യും. ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ചെറിയും കൂടെ ചേർക്കാം. ചെറിയ കട്ട് ചെയ്ത് കളറൊക്കെ ഇരിക്കട്ടെ. ഭംഗിയില്ലേ? നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കണം. പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. വെക്കേഷൻ അല്ലേ, അപ്പോൾ പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഇതിലുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് മാത്രം ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഉണ്ടാക്കണം. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് സാധാരണ ഐസ്ക്രീമിൽ ചേർക്കുന്ന GMS, CMC അതുപോലുള്ള യാതൊരു കെമിക്കലുകളും ചേർത്തിട്ടില്ല. വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കുന്ന ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് നിങ്ങൾ തീർച്ചയായും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് റെസിപ്പിയാണ്. ധൈര്യമായി നിങ്ങൾക്ക് ഉണ്ടാക്കാം.